നമുക്കിന്നൊരു പയർ തോരൻ നോക്കിയാലോ. എൻ്റെ സ്റ്റൈലിൽ ഞാൻ വെക്കുന്ന രീതിയിലുള്ളൊരു പയർ തോരനാണേ. നീളം പയറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നമ്മുടെ തേങ്ങ ചിരകിയത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ചീനച്ചട്ടി ഗ്യാസിലേക്കോ അടുപ്പിലേക്കോ വയ്ക്കുക. ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിടുന്നത് സവാളയാണ് കേട്ടോ. സാധാരണ നമ്മൾ പയറിൻ്റെ കൂടെ അരിഞ്ഞാണ് സവാള ഇട്ട് മഞ്ഞൾപ്പൊടി അരപ്പിലോട്ട് ചേർത്ത് മിക്സ് ചെയ്തിടുന്നത്. ഞാൻ വെറൈറ്റി ആയിട്ടാണ് വെക്കുന്നത്, വേറൊരു രീതിയിലാണ് വെക്കുന്നത്. അപ്പം കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച സവാള അതിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വഴണ്ട് വരണം. കൊച്ചുള്ളി മൂപ്പിക്കുകയല്ല, നമ്മൾ സവാള വഴറ്റുകയാണ്. അപ്പോൾ സവാളയൊന്ന് വഴണ്ട് വരുന്നിടം വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പയറും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ഇവിടെ തിരുവനന്തപുരം സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ കിണ്ടി എടുക്കുക എന്ന് പറയും കേട്ടോ. ഇളക്കുന്നതിന് കിണ്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ കിണ്ടി എടുക്കുക. അങ്ങനെ നമ്മൾ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ. അപ്പോൾ ആ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അരപ്പിലിട്ട് ഒന്നുകൂടി ഞാൻ പറയാം, തേങ്ങയും വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, ഇത്ര സാധനമാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ അരപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ശകലം വെള്ളവും കൂടി ഒഴിച്ച് നമുക്കതൊന്ന് അടച്ച് വെക്കാം. ഇങ്ങനെ തത്തിപ്പൊത്തി ഒന്ന് അടച്ച് വെച്ച് ഇടയ്ക്കൊന്ന് തുറന്നിളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് പയറെന്ത് ചെയ്യണം, ഒന്ന് വെള്ളം വറ്റി വരുമ്പോൾ നിരത്തി വെച്ച് കൊടുക്കണം. വെള്ളമയെല്ലാം ഒന്ന് പോകാൻ വേണ്ടി നിരത്തി വെച്ച് കൊടുത്താൽ നമ്മുടെ സൂപ്പർ പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഈ രീതിയിൽ പയർ തോരൻ വെച്ചപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.